നമസ്കാരം, ഞാൻ ബൈജു എന്നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കൈവിട്ടുപോയ രണ്ട് മോഡലുകളിൽ ഒന്ന് ഇന്നലെ തിരിച്ചു പിടിച്ചിരുന്നു. അതിൻ്റെ പേര് മഹീന്ദ്ര BE6e എന്നായിരുന്നെങ്കിൽ ഇന്ന് രണ്ടാമത്തെ മോഡലാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇതിൻ്റെ പേര് XEV9e എന്നാണ്. ഈ രണ്ട് മോഡലുകളാണ് മഹീന്ദ്രയുടെ ഓൾ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും പുതിയ രണ്ട് മോഡലുകൾ. രണ്ടിനും രണ്ടിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പക്ഷേ അല്പം കൂടി വലിപ്പം കൂടിയ മോഡൽ എന്നാണ് നമുക്ക് ഈ 9e വിളിക്കാവുന്നത്. ഇതിൻ്റെ മുൻഭാഗം കാണുമ്പോൾ എങ്കയോ പാർത്ത മാതിരി ഇരിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉള്ള സാധ്യതയുണ്ട്. കാരണം ഇത് XUV700 ഇലക്ട്രിക് വേർഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അത് വെറും കണക്കാക്കപ്പെടൽ മാത്രമാണ്. കാരണം ആ വാഹനവുമായിട്ട് മുൻഭാഗത്ത് തോന്നുന്നൊരു സാമ്യമല്ലാതെ മറ്റ് യാതൊരു സാമ്യവുമില്ല. കാരണം പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തീർത്തും പുതിയതാണ്. തന്നെയല്ല XUV700 സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം ഏതാണ്ട് 94 മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട്, 25 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുണ്ട്. അത്തരം പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു XUV700 ഇലക്ട്രിക് വേർഷനായിട്ട് കാണേണ്ടതില്ല. എങ്കിൽ പോലും മുൻഭാഗത്ത് ചെറിയൊരു സാമ്യം മാത്രമാണ് ആരോപിക്കാവുന്നത്. മഹീന്ദ്രയാണ് ഇന്ത്യൻ വാഹന വിപണിയിൽ ആദ്യകാലത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് അല്പം ഒന്ന് പിന്നിലേക്ക് പോവുകയും ടാറ്റ മുന്നിൽ പോവുകയും ചെയ്തത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളാണ്. ഇൻഗ്ലോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന മഹീന്ദ്രയുടെ വാഹനങ്ങളെല്ലാം തന്നെ ഐസ് വാഹനങ്ങളുടെ, അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച് അതിൽ മോട്ടറും മറ്റും ഫിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇതിപ്പോൾ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ്. അതാണ് ഇവിടെ ഇൻഗ്ലോ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു പേര്, ഇലക്ട്രിക് ഒറിജിൻ എന്ന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കപ്പെടുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഒന്നാമത് ഇൻറ്റീരിയറിൽ നല്ല സ്ഥല സൗകര്യം ഉണ്ടാകും. കാരണം വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫ്ലോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങൾ, സാധനങ്ങൾ ഇടയ്ക്കൊക്കെ സൂക്ഷിക്കാവുന്ന രീതിയിൽ അത്രയും സ്ഥല സൗകര്യം കിട്ടും. തന്നെയല്ല മൊത്തത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടേതായ ഒരു ക്യാരക്ടർ ഇതിന്, അതായത് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വാഹനങ്ങൾ രണ്ടും ഓടിക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്ത E6ൽ നിന്ന് എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ഞാൻ സാമ്യം എന്താണെന്ന് പറയാം. അത് വീൽ ബേസ് ആണ്. വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 2775 മില്ലിമീറ്ററാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും വീൽ ബേസ്. അതിന് കാരണം ഈ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെടാവുന്ന വാഹനങ്ങളുടെ ഒരു മാക്സിമം വീൽ ബേസ് ആണ് അതെന്നുള്ളതാണ്. അതൊട്ടും മോശമല്ല. ഏതാണ്ട് 3000 മില്ലിമീറ്ററിനടുത്തുള്ള വീൽ ബേസ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസ് ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 208 mm എന്ന് പറയുന്നത് ഈ രണ്ട് വാഹനങ്ങൾക്കും ഒരുപോലെയാണ്. ഈ കാണുന്ന ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ മേൽഭാഗത്ത് ഇവിടെയായിട്ടാണ് ബാറ്ററി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി വളരെ സേഫായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നതെന്നാണ് പറയേണ്ടത്. ഈ വാഹനത്തിന് മൊത്തത്തിൽ നീളവും വീതിയും ഒക്കെ കൂടുതലുണ്ട് ഈ 6നേക്കാളും. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥല സൗകര്യം ഞാൻ പറഞ്ഞത് ബൂട്ട് സ്പേസ് കൂടി ഉൾപ്പെടെയാണ്. ബൂട്ട് സ്പേസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്ത് ഈ ബോണറ്റിനുള്ളിലുള്ള ഫ്രങ്ക് സ്പേസ് എന്ന് പറയുന്നതും ഈ വാഹനത്തിന് കൂടുതലുണ്ട്. കുറച്ച് ഫീച്ചേഴ്സും കൂടുതലുണ്ട്, അല്പം വിലയും കൂടുതലുണ്ട്. പക്ഷേ റേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. തന്നെയല്ല ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി പോലുള്ള കാര്യങ്ങളുടെ കാര്യത്തിലും രണ്ടും സെയിമാണ്. ബാറ്ററി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നത് BYD ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം റേഞ്ച് കിട്ടും എന്നുള്ളതാണ് ഗുണം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 79 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലാണ്. 682 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ചെങ്കിൽ എന്തായാലും 550 കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് കേരളം മുഴുവൻ ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന അത്രയും റേഞ്ചുള്ള വാഹനമാണിത്. അപ്പോൾ നമുക്കിനി ഏറ്റവും പുതിയ XEV9 ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ 6eയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫെയർ ഫ്യൂച്ചർ ഹോളിഡേയ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു ഡ്രൈവിംഗ് ഹോളിഡേ പറ്റി പറയാനുണ്ട്. നമ്മൾ പറഞ്ഞ സൗത്ത് ആഫ്രിക്കയെ പറ്റിയാണ്. സൗത്ത് ആഫ്രിക്ക മാത്രമല്ല, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പൂർണ്ണമായും വീഡിയോ ചെയ്തിരുന്നു. തായ്ലൻഡിൽ ഉടനീളം നമ്മൾ യാത്ര ചെയ്ത് വാഹനം ഓടിച്ച് യാത്ര ചെയ്ത സംഭവം ഞാൻ പറഞ്ഞിരുന്നു. അതും വീണ്ടും വരികയാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ടൂർ എന്ന് പറയുന്നത് ഏപ്രിലാണെങ്കിലും മാർച്ചിൽ നിങ്ങൾക്ക് തായ്ലൻഡിലുടനീളം വാഹനം ഓടിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങളന്ന് ചെയ്തത് ബാങ്കോക്കിൽ നിന്ന് ഓടിച്ച് ചിയാങ്മായ് പോയിട്ട് തിരിച്ച് ബാങ്കോക്കിലേക്ക് ഓടിച്ച് വരികയായിരുന്നെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് മറ്റൊരു കാര്യമുള്ളത്, ചിയാങ്മായിൽ നിങ്ങൾ തിരിച്ച് ഫ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചൊരു 600 കിലോമീറ്റർ ഓടിക്കേണ്ട കാര്യമില്ല. അതും കൂടി നമുക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട്
ഉപയോഗിക്കാൻ പറ്റും. സൗത്ത് ആഫ്രിക്ക ഒരു എക്സൈറ്റിംഗ് ഒരു ഡെസ്റ്റിനേഷനാണ്. കാരണം ഏറ്റവും മനോഹരമായ ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. നമ്മുടെ ഈ മഹീന്ദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിൽപ്പന കേന്ദ്രം കൂടിയാണത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ കാഴ്ചകളും ഉണ്ടെന്നാണ് പറയുന്നത്. കേപ്പ് ടൗണിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കേപ്പ് പെനിൻസുല, അതുപോലെ കേബിൾ മൗണ്ടൻ, ഷാർക്കേജ് ഡൈവിങ്, ലോങ്ങസ്റ്റ് വൈൻ ട്രയൽ, അവിടുത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനിയാർഡ്സ് ഉള്ള സ്ഥലമാണത്. അത് റൂട്ട് 62 എന്ന് പറയുന്ന ആ ഒരു റൂട്ടിലൂടെ മുഴുവനായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. വൈൻ ടേസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർഡൻ റൂട്ടുണ്ട്, കാങ്കോ കേവ്സ്, ഓസ്ട്രിച്ച് ഫാമും, ചീറ്റ ഫാമുണ്ട്, സൺസെറ്റ് ക്രൂയിസ്, അതുപോലെ തന്നെ ബംഗി ജമ്പിംഗ് ഉണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്തുള്ള ബംഗി ജമ്പിംഗ് ആണ്. ഗെയിം ഡ്രൈവ്, പിന്നെ പ്രൈവറ്റ് ഗെയിം റിസർവ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഒരു പ്രൈവറ്റ് കാട് എന്ന് തന്നെ പറയാം. അതിൽ നമുക്ക് മൃഗങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം, അവർ സ്വതന്ത്രമായിട്ട് നടക്കുന്നു, നമ്മൾ അടച്ച വാഹനത്തിൽ പോകുന്നു, ആ ഒരു സംഭവമുണ്ട്. അതുപോലെ ജോഹന്നാസ്ബർഗിലെയും അതുപോലെ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയായ പ്രിറ്റോറിയയിലെയും സിറ്റി ടൂർ, അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 പകലും 10 രാത്രിയും അടങ്ങുന്ന ഒരു ഗംഭീര യാത്രയാണത്. അതിലെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് വാഹനത്തിൻ്റെ റെൻറ്റ്, വാഹനത്തിൻ്റെ ഫ്യൂവല്, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ താമസം, എല്ലാം 4 സ്റ്റാർ 5 സ്റ്റാർ താമസമൊക്കെയാണ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗംഭീര യാത്ര. നിങ്ങൾ കേപ്പ് ടൗണിൽ ചെന്ന് വിമാനം ഇറങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് വാഹനം കിട്ടുന്നു, കോൺവോയ് ആയിട്ട് ഓടിച്ചു പോകുന്നു. വളരെ സുരക്ഷിതമായ യാത്രയായിരിക്കും. ഒരു ഗൈഡ് ഉണ്ടാകും, മെക്കാനിക്ക് കൂടെ ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള യാത്രയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ യാത്രയുടെ വിശദാംശങ്ങൾ, ഐറ്റിനറി എല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഫെയർ ഫ്യൂച്ചറിനെ പറ്റി അറിയാമല്ലോ, നമ്മുടെ ഒരു 10 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തായ്ലൻഡിലെ ഡ്രൈവിംഗ് ഹോളിഡേ. അതൊന്ന് വേണമെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് വാഹനത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫ്രങ്ക് സ്പേസിൽ നിന്ന് തുടങ്ങാം. ഫ്രങ്ക് സ്പേസ് എന്ന് പറയുന്നത് മുൻഭാഗത്ത് ബോണറ്റിനുള്ളിൽ കാണുന്ന സ്പേസാണ്. നമ്മൾ 6Eയിൽ കണ്ടത് 45 ലിറ്റർ ആയിരുന്നെങ്കിൽ ഇത് അതിവിശാലമായിട്ട് 150 ലിറ്റർ സാധനങ്ങൾ കയറ്റാവുന്ന അത്രയും വിശാലമായ ഫ്രങ്ക് സ്പേസാണ്. 60 കിലോഗ്രാം ഭാരം വരെ കയറ്റാമെന്നില്ല എഴുതിയിട്ടുമുണ്ട്. കണ്ടില്ല എത്ര സ്പേസ് ഉണ്ടെന്നുള്ളത്. വേണമെങ്കിൽ ഒരു ചെറിയ പായൊക്കെ വിരിച്ച് പട്ടിക്കുട്ടികളെയൊക്കെ എടുത്തിക്കൊണ്ട് പോകാം. പക്ഷേ ശ്വാസം കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് എയർ ഹോൾവുഡ് വേണ്ടിയിരുന്നു, അതില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത്രയധികം ഒരു ഡോബർമാനെ വരെ കിടത്താവുന്ന അത്രയും വിശാലമായ സ്പേസാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ലോഗോ എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോഗോയാണ്. ഇതല്ല നിങ്ങൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ SUVകളിൽ കാണുക. ഇത് വ്യത്യസ്തമായ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. ട്വിൻ പീക്ക് തന്നെയാണെങ്കിലും ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു 3D ഡയമെൻഷണൽ ഒരു ഫിഗറാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് അടച്ചു വെച്ചിരിക്കുന്ന മുൻഭാഗം, ഗ്രില്ലിൻ്റെ ഒരു അംശം പോലുമില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. താഴെയായിട്ട് ഒരു എയർ ഡാമിൻ്റെ സാധ്യതകൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അഡാസ് ഫീച്ചേഴ്സിൻ്റെ സെൻസേഴ്സിൻ്റെയൊക്കെയാണ് ഈ ഒരു അടച്ചു വെച്ചിരിക്കുന്ന ഭാഗം. ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് താഴെയായിട്ട് കൺസീൽഡെന്ന് തോന്നുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇത്രയും എലമെൻസ് ഉണ്ട്, വളരെ ഭംഗിയാണ് കാണാൻ. 2 സ്ലോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ LED ഡേറ്റ റണ്ണിംഗ് ലാമ്പ്, അതങ്ങനെ മുൻഭാഗത്ത് നീളത്തിൽ പോവുകയാണ്. നമ്മൾ ഇന്നലെ കണ്ട 6E ആണ് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ എന്നുള്ള ഒരു സംശയമില്ല. ഇത് കുറച്ചുകൂടി എന്താ പറയുക, നമ്മുടെ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. ടോട്ടലി ഡിഫറെൻറ്റ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നൊക്കെ വിളിക്കാവുന്ന ആ ഒരു രൂപമായിരുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ള ബൾജുകളൊക്കെയാണ് സൈഡിലൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ബോണറ്റിലാണെങ്കിലും പവർ ബൾജുകളൊക്കെ കൊടുത്ത് നല്ല ഹെവി ലുക്ക് കൈവരുത്തിയിട്ടുണ്ട്. ചെറിയ ക്യാമറയൊക്കെ ഇവിടെ കാണാം. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഭാഗമാണ്. റഡാറുകളും ക്യാമറകളും ഒക്കെ ചുറ്റുപാടും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുൻഭാഗത്ത് മുഴുവൻ ബ്ലാക്ക് ഫിനിഷും താഴെയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അത് സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ആ ഒരു പോർഷൻ്റെ ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാവുന്ന. മലയാളി ആയതുകൊണ്ട് കുറ്റം കണ്ടുപിടിച്ചല്ലേ പറ്റും, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 20 ഇഞ്ചിൻ്റെ ടയറാണ് കാണുന്നത്. 19, 20 2 ടയർ സൈസുകളാണ് ഈ വാഹനത്തിലുള്ളത്. ഇത് 20 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എയറോ വീല് കൊടുത്തിരിക്കുന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, അതിലൊരു മാറ്റം വരേണ്ട കാലമായി. കുറച്ചുകൂടി രസമുള്ള രീതിയിലുള്ള ഒരു ഭംഗിയുള്ള ഡിസൈൻ ആകാമായിരുന്നു. ഇത് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിലും ഭംഗി എന്ന് പറയാനാവില്ല. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ വലിപ്പം മനസ്സിലാകുക. പിൻഭാഗത്തേക്ക് അങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനൊക്കെ കാണാം. വേണമെങ്കിൽ ടാറ്റയുടെ കെർവോ അല്ലെങ്കിൽ ബസാൾട്ട്, സിട്രോൺ ബസാൾട്ടിൻ്റെ ഒക്കെ ഒരു വലിയ രൂപം എന്ന് വേണമെങ്കിൽ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് തോന്നും. ഞാനീ പറഞ്ഞ പോലെ 208 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്, അത് ഇന്ത്യൻ റോഡുകളിൽ ഏറ്റവും പറ്റിയതാണ്. ഫ്ലഷ് ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂപത്തിനൊന്നും യാതൊരു തരത്തിലും തട്ടുതടവുകളൊന്നുമില്ല. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട 6E പോലെ തന്നെ വലിയ വിശാലമായ ഗ്ലാസ് ഏരിയ അല്ല കൊടുത്തിരിക്കുന്നത്. അത് ഈ വാഹനത്തിൻ്റെ രൂപം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വരുന്നത്. അതാണ് ഇവിടെയും കാണുന്നത്. ഈ ഭാഗത്ത് വീണ്ടും പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള വലിയ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രാച്ച് വന്നേക്കാം. എങ്കിലും താഴെയായിട്ട് ഒരു പരിക്കൻ സ്ഥലവും കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കല്ലൊക്കെ അടിക്കുകയാണെങ്കിൽ ഇത് സ്ക്രാച്ച് ആകാതിരിക്കും. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ചെറിയ, വേണമെങ്കിൽ ഒന്ന് കോർണർ ഗ്ലാസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള കുഞ്ഞു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ. ഒട്ടും തന്നെ ഡിസൈനെ ബാധിക്കാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു.
പിൻഭാഗത്ത് കാര്യമായ രീതിയിൽ അങ്ങ് ചെരിഞ്ഞിറങ്ങിയാണ്. പഴയ X6-നെയാണിത് സൈഡ് പ്രൊഫൈലിൽ പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നത്. BMW X6 ആണ് ആദ്യമായിട്ട് ഈ ഒരു രൂപത്തിൽ വന്ന വാഹനമെന്ന് പറയാം. അതുപോലെ റൂഫിൽ കാണുന്ന ആ സ്പോയിലർ എന്ന് പറയുന്നത് E6-ൽ കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കുള്ളതായിരുന്നു. ഇതിൽ അങ്ങനെയൊന്നുമല്ല, എങ്കിലും ഭംഗിയുണ്ട്. സ്റ്റോപ്പ് ലൈറ്റും അതുപോലെ ഷാർഫിൻ ആൻറ്റിനയും കൊടുത്തിരിക്കുന്നു. വളരെ ചെരിഞ്ഞിറങ്ങുന്ന വിൻഡോയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് വൈപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിൻഭാഗമാണ് ഏറ്റവും ബൾക്കി ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയാവുന്നത്. ഇവിടെ നീളത്തിൽ ഇങ്ങനെ ഈ ഒരു LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. XCV9E എന്നുള്ള ബാഡ്ജിങ്. താഴെയായിട്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള, പൂർണ്ണമായും ആ ഒരു ഫിനിഷുള്ള ബമ്പർ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് വീണ്ടും ആ ഒരു റഫ് സർഫസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പിന്നിലേക്ക് വരുമ്പോൾ എന്ന് മനസ്സിലായല്ലോ അല്ലേ. വലിയ എന്താ പറയുക, ഒരു വലിയ SUVക്ക് ചേരുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ആംഗിൾ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും വലുതാണ്. ഇനി നമുക്കൊന്ന് ബൂട്ട് സ്പേസ് കാണാം. പന്ത് കളിക്കാൻ സ്ഥലം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, ഇഷ്ടം പോലെ സ്പേസാണ്. 663 ലിറ്ററാണ് ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനവും ഈ സെഗ്മെൻറ്റിലെന്നല്ല, തൊട്ടടുത്ത സെഗ്മെൻറ്റിൽ പോലും ഇല്ല. അത്രയധികം സ്ഥലമുണ്ട്. ഇപ്പോൾ ചാർജറൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ കാണാം 60-40 ആയിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന സീറ്റ്. വീണ്ടും സ്ഥല സൗകര്യം കണ്ടെത്തണമെങ്കിൽ അങ്ങനെയാകാം. അതിന് താഴെയായിട്ട് സ്പെയർ ടയറുമുണ്ട്. നമ്മൾ E6-ൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ സീറ്റ് ഫോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ലിവറിൽ പിടിച്ച് വലിച്ചാൽ മതി. അതിവിടെ നമുക്ക് കാണാം. അങ്ങനെ പോയി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്രയും സ്പേസ് കണ്ടില്ലേ, വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. അത്രയും സ്പേസ് കണ്ടെത്താനും സാധിക്കും. എന്തായാലും 6E-യുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തിരി ഉയർന്ന ഒരു പൊസിഷനാണ് ഇതിൻ്റെ കാര്യത്തിൽ. നമുക്ക് സാധനങ്ങൾ കയറ്റി വയ്ക്കാൻ. പക്ഷേ ഇതിന് ഗസ്റ്റർ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. കാല് നമ്മൾ താഴെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ സാധനം ഉയരും. അപ്പോൾ സാധനം പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ വെക്കാൻ എളുപ്പമുണ്ടെന്നുള്ള കാര്യമേ ഉള്ളൂ. അത് 6E-ൽ ഉണ്ടായിരുന്നില്ല ഗസ്റ്റർ കൺട്രോൾ, അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വിശാലമായി തുറക്കുന്നതുകൊണ്ട് തന്നെ സാധനങ്ങൾ കയറ്റി വയ്ക്കാൻ മറ്റു തരത്തിലുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഒന്നുമില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 6E-യേക്കാളും കൂടുതൽ സ്പേസ് ഉണ്ട്, കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. വിലയും കൂടുതലുണ്ടെങ്കിൽ പോലും. അപ്പോൾ ആ തരത്തിൽ ഓരോ വാഹനത്തിലും വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ അതിധീരമായ ഒരു നീക്കമാണ് മഹീന്ദ്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും കൺവെൻഷനലായിട്ടുള്ള രൂപത്തിലല്ല ഇപ്പോൾ പുതിയ ഈ ഒരു ഇലക്ട്രിക് ആർക്കിടെക്ചറിലുള്ള വാഹനങ്ങൾ വരുന്നത് എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. കാരണം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ, നമ്മളിപ്പോൾ പരമ്പരാഗതമായിട്ട് ചിന്തിച്ചു വരുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള രൂപങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്നൊരു പേടി പോലും ഇല്ലാതെയാണ് മഹീന്ദ്ര ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും മഹീന്ദ്ര അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇൻറ്റീരിയറിൽ പ്രവേശിക്കാം. ഇൻറ്റീരിയറിൽ ഞാൻ ഇന്നലെ 6E-യുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ കാണ്ടമായിട്ട് കിടക്കുകയാണ്. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഉൾഭാഗത്ത്. കമാൺ. അപ്പോൾ അങ്ങനെ ആദ്യം 6E നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനി അടുത്ത നിർമ്മിക്കുകയാണല്ലോ. XCV9E എന്ന് പറയുന്ന ഈ ഒരു വാഹനം നിർമ്മിക്കാൻ നേരത്ത് മുതലാളി ചോദിച്ചു, എന്താണ് നമ്മുടെ 6E-ലെ സ്ക്രീനിൻ്റെ പ്രത്യേകത. മുതലാളി അത് 2 സ്ക്രീനുണ്ട്. ഓക്കെ, എന്നാൽ 9E-ൽ 3 സ്ക്രീൻ കൊടുത്തേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 സ്ക്രീനാണ് വന്നിരിക്കുന്നത്. 110 സെൻറ്റിമീറ്റർ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ. ഇനി വേറെ 1 ഇഞ്ച് സ്ഥലമില്ലാത്ത രീതിയിൽ സ്ക്രീൻ അങ്ങ് നിറച്ചു കൊടുത്തു. അങ്ങനെ 3 സ്ക്രീനുള്ള ഈ സെഗ്മെൻറ്റിലെ ആദ്യത്തെ വാഹനമാണ്. അതായത് ഇവിടെ ഒരു പാസഞ്ചർ സ്ക്രീൻ, ഇവിടെ ഒരു മെയിൻ ടച്ച് സ്ക്രീന്, ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീന്, ഇവിടെ മീറ്റർ കൺസോളിൻ്റെ സ്ക്രീന്. അതായത് ഇത് പൂർണ്ണമായിട്ടും ഇവിടെ ഇരിക്കുന്ന മുതലാളിക്ക് വേണ്ടി മാത്രമുള്ള സ്ക്രീനാണ്. അതിൽ കണ്ടില്ലേ യൂട്യൂബ് ഉണ്ട്, അതുപോലെ ഏറ്റവും പുതിയ ഈ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ആമസോൺ പ്രൈം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്ട്രീം ചെയ്യാൻ ഒരു ഗംഭീര സാധനം. ഇതിൻ്റെ ഒരേ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ യൂറോപ്യൻ വാഹനങ്ങളിൽ ഇത്തരം സ്ക്രീനുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാഗം കുറച്ച് ഫിൽറ്റേഡ് ആയിരിക്കും. അതായത് ഇവിടെ ഈ ഡ്രൈവർക്ക് അതങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഫിൽട്രേഷൻ ഉണ്ടാകും. പക്ഷേ ഇതിൽ അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്ന പാവപ്പെട്ടവനും ഇത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, കമ്പനി ശ്രദ്ധിച്ചിട്ടില്ല.
ഇവിടെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ എനർജിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നു. ഹോം സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ വെഹിക്കിൾ ആപ്പ്, മീഡിയ, എൻ്റർടൈൻമെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ കാണാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷനും ഉണ്ട്. അതായത് മഹീന്ദ്രയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെയും മറ്റും സോഫ്റ്റ്വെയറിന് വേണ്ടി അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. കൂടാതെ 360 ഡിഗ്രി ക്യാമറയുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് ഇതാ വന്നു കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂ, റിയർ വ്യൂ, കോർണർ വ്യൂ എല്ലാ വ്യൂകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ ഇന്നലെ 6E കണ്ട പോലെ തന്നെ പാർക്കിംഗ്, ഓട്ടോ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഒരു ചെറിയ സ്പേസിൽ വാഹനം കയറ്റി ഇടാൻ വേണ്ടി നമുക്ക് കീയിൽ തന്നെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നോട് നിയന്ത്രിച്ച് വാഹനം കയറ്റുന്നു, വാഹനം ഇറങ്ങി വരുന്നു, എന്നിട്ട് നമ്മൾ കയറി ഇരുന്ന് ഓടിച്ചു പോകുന്നു. അപ്പോൾ എത്ര ചെറിയ സ്പേസിൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇറങ്ങേണ്ട കാര്യമില്ല, വാഹനത്തിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ റെക്കോർഡിങ്, അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇമേജ് സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സ്ക്രീനുണ്ട്. അത് നമുക്ക് സെൽഫിയൊക്കെ എടുത്ത് രസിക്കാൻ പറ്റുന്ന സ്ക്രീൻ. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയും അതെല്ലാം നമുക്ക് നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലേക്കൊക്കെ വിഷ്വൽ മാറ്റാനൊക്കെ സാധിക്കും. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1400 വാട്ടിൻ്റെ ഒരു കിടിലൻ 16 സ്പീക്കറിൻ്റെ ഹാർമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റമാണ്. ഡോൾബി അറ്റ്മോസ് ഒക്കെയുള്ള സംഭവമാണ്. അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെന്നാണ് പറയേണ്ടത്. പിന്നെ അഡാസ് ഫീച്ചേഴ്സുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുക, പല തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഏകോപിപ്പിക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ആംബിയൻ ലൈറ്റിങ്, 264 കളേഴ്സുള്ള ആംബിയൻ ലൈറ്റിങ്, അങ്ങനെ ഒരു ഭയങ്കര സംഭവം തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. കൂടാതെ ഇന്നലെ നമ്മൾ കണ്ട ഡാൻസ് ചെയ്യുന്ന, അതായത് നമ്മൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകൾ ഡാൻസ് ചെയ്യുന്ന പരിപാടി, അതെല്ലാം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6Eയിൽ അത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇതിൽ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഇവിടെ നോക്കുമ്പോൾ ഒരു ടച്ച് സ്ക്രീനാണെന്ന് തോന്നുമെങ്കിലും അതല്ല കേട്ടോ. അദ്ദേഹത്തെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഉയരുകയും ഇവിടെ വയർലെസ് ചാർജിങ് പോർട്ടൊക്കെ കാണുകയും ചെയ്യും. അത് 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 6E പോലെ തന്നെ ഇവിടെ 2 C ടൈപ്പ് ചാർജേഴ്സും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ ടച്ച് സെൻസിറ്റീവാണ്, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല എന്നേ ഉള്ളൂ. ഇത് ഓട്ടോ പാർക്കിൻ്റെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് പാർക്കിങ്ങിൻ്റെ സെൻസേഴ്സിൻ്റെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ട, അതായത് 6E ആയിരുന്നു ഗിയർ ലിവർ കാണാൻ ഏറ്റവും ഭംഗിയുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ എന്ന് വിളിക്കാം. ഇതങ്ങനെ വലിയ പുതുമയൊന്നും ഇല്ലെങ്കിലും രസമുണ്ട്, അതിൻ്റെ ഒരു രീതികളൊക്കെ രസമുണ്ട്. ഈ കളറൊന്നും പറഞ്ഞല്ലോ അല്ലേ, ഇന്നലെ നമ്മൾ കണ്ട അതേ കളേഴ്സ് കേട്ടോ. ഈ ഒരു മാറ്റ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷേ സീറ്റിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ച് ചെളിയൊക്കെ പിടിക്കാവുന്ന നമ്മുടെ റോക്സിലൊക്കെ കണ്ട പോലെയുള്ള ഒരു വൈറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ്. ഇന്നലെ കണ്ട വാഹനത്തിൽ ഒന്നായിരുന്നെങ്കിൽ ഇവിടെ 2. അത് മുതലാളി പറഞ്ഞിട്ട് ചെയ്തതാണ്. എന്താണ് വ്യത്യാസം? അതിൽ ഒരു കപ്പ് ഹോൾഡർ ഉള്ളൂ, എന്നാൽ 2 കൊടുക്കൂ എന്നവർ 2 കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഇന്നലെ കണ്ടത് തന്നെയാണ്. അതായത് ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ സെലക്ടർ ഒക്കെയാണ് ഈ റോട്ടറി സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് AC-യുടെ സെലക്ടർ, ഇത് ഹോം സ്ക്രീന്, ഇത് ഡ്രൈവ് മോഡുകളുടെ സെലക്ടറൊക്കെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല, കാരണം ഇന്നലെ കണ്ട വാഹനത്തിന് അതേ മോട്ടറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡ്രൈവ് മോഡുകളൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് ഇവിടെ മാഗ്നറ്റിക് ആയിട്ട് ഇങ്ങനെ കീ വെക്കുന്ന സ്ഥലമായിരുന്നെങ്കിൽ ഇതില്ല. ഇത് വെറുതെ ഇങ്ങനെ വെക്കാനേ പറ്റും. എങ്കിലും അതിനൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ചിൽഡാണ് കേട്ടോ, കൂൾഡാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ആംബ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റുകൾ 2ഉം വെൻറ്റിലേറ്ററാണ്. അതുപോലെ ഈ ഡ്രൈവർ സൈഡിലെ സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബെൻസിലൊക്കെ കാണുന്ന പോലെ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 മെമ്മറി ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിൽ ലംബ സപ്പോർട്ടുണ്ട്. അത് പക്ഷേ മാനുവലിയാണ്. ഈ സൈഡിലെ ഒരു റോട്ടറി സംഭവം തിരിച്ചു കഴിഞ്ഞാൽ നടുവിലൊരു ചെറിയ സപ്പോർട്ട് അങ്ങനെ വരുന്നു. അത് സുഖമുണ്ട്, രസമുണ്ട്. സ്പേസ് എന്ന് പറയുന്നത് പറയേണ്ട കാര്യമില്ല. ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ കാര്യത്തിൽ കിടക്കുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ സ്പേസാണ് കിടക്കുന്നത്. അതുപോലെ സാമാന്യം വലിയ ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. അതിൽ DVR എന്ന് എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് ഈ വാഹനത്തിൽ നമ്മൾ എടുക്കുന്ന വിഷ്വലുകളൊക്കെ നമ്മുടെ എന്തിലേക്കാണ്, ഹാർഡ് ഡിസ്കിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കൊക്കെ മാറ്റാൻ വേണ്ടി കേബിൾ കണക്ട് ചെയ്താൽ മതി. അതവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ AC വെൻ്റ് അവിടെ ആ 2 സൈഡിലും ചെറിയ വെൻറ്റുകളും ഇവിടെ ഒരു വലിയ വെൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 6Eയേക്കാളും കുറച്ചുകൂടി കൺഫ്യൂഷൻ കുറവാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. 6Eയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട്, കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതോ ഇന്നലെ ആദ്യമായി 6E കണ്ടതിന് ശേഷം ഇത് കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം. സാമാന്യം നല്ലൊരു ആംബ്രസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6Eയുടെ കാര്യത്തിൽ അതിലൊരു സ്ട്രാപ്പായിരുന്നു പിടിച്ച് വലിച്ച് തുറക്കുന്നതെങ്കിൽ ഇതങ്ങനെയല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സാധാരണ ഏത് വാഹനത്തിലും കാണുന്ന പോലെയുള്ള ഡോർ മെക്കാനിസം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ ഉണ്ട് 3 സ്പീക്കേഴ്സ്, അത് ട്വീറ്ററും അതുപോലെ സാധനങ്ങളൊക്കെ ആയിരിക്കും ആ കൊടുത്തിരിക്കുന്നത്. 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെയാണ് സ്പീക്കേഴ്സ്, 16 എണ്ണം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. മുൻഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ആണ് ഈ കാണുന്ന കുഴി എന്ന് പറയുന്നത്. അതവിടെ നമുക്ക് വിഷ്വലി കാണാൻ പറ്റുമെന്ന് അറിയില്ല, അതവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സബ് വൂഫർ ആയിരിക്കാം, അവിടെയും ഒരു സ്പേസ് അങ്ങനെ കാണുന്നുണ്ട്.
സെൻട്രൽ കൺസോളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ഐസ് വാഹനത്തിൻ്റെ പോലെ തന്നെയാണ് തോന്നുക. ഇന്നലെ നമ്മൾ കണ്ട് ഹാലോ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന ഒരു കരുത്തുറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, ഇത് പ്രോപ്പറായിട്ടുള്ള ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ താഴെയായിട്ടൊന്നും സ്റ്റോറേജ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഇതിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അവിടെയൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുമായിരുന്നെങ്കിൽ ഈ വാഹനത്തിൽ അത് കൊടുത്തിട്ടില്ല. സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ സ്റ്റിയറിങ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം സ്റ്റിയറിംഗ് ഒക്കെ പോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ലെവലുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇത് ബൂസ്റ്റ് മോഡാണ്. പെട്ടെന്നൊന്ന് ഓവർടേക്ക് ആണെങ്കിൽ ബൂസ്റ്റ് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. ബാക്കി ക്രൂസ് കൺട്രോളിൻ്റെ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് ഒരു ചതുര വടിവായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. ഈ സൈഡിലും കുറച്ച് സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബൂട്ട് ഓപ്പണർ, അതുപോലെ തന്നെ ചാർജിങ് പോർട്ടിൻ്റെ ഓപ്പണർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലാണെങ്കിൽ ഇതാ ഇവിടെ സൈഡ് വിമറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ നീറ്റാണ്, വളരെ നിലവാരമുള്ളതാണ്. അത്തരം കാര്യങ്ങളൊന്നും ഒരു പരാതിയും പറയാനില്ല. അതുപോലെ വിസിബിലിറ്റി, നല്ല ഗംഭീരമായ വിസിബിലിറ്റി ഉണ്ട്. നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനും ഉണ്ട്. 6Eയിൽ നമ്മൾ കണ്ടത് ഈ ഭാഗത്ത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അവിടെ കുറേ സ്വിച്ചുകളൊക്കെ രസകരമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതിൽ ഈവൻ ഇതുപോലെ ഉണ്ടായിരുന്നു. അത് ക്യാമറയുടെയും പിന്നെ ഈ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത്തവണ അതൊക്കെ താഴേക്ക് മാറുകയും ഇവിടെ അത്യാവശ്യം വേണ്ട സ്വിച്ചുകൾ ലൈറ്റുകളൊക്കെ മാത്രമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പനോരമിക്കായിട്ടുള്ള സൺറൂഫ് ഇതാ അങ്ങേറ്റം വരെ, അതായത് നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ മൂൺ റൂഫ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങേറ്റം വരെ കിട്ടുന്നുണ്ട്. അത് ഇത്രയും ചെരിഞ്ഞിറങ്ങുന്ന റൂഫായിട്ട് പോലും ഏറ്റവും ബാക്കി വരെ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നുമുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് നിഷ്ക്രമിക്കാം. കാരണം പിൻഭാഗത്തെ സീറ്റും നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രയും വിശാലമായ ഒരു വാഹനമാകുമ്പോൾ തീർച്ചയായിട്ടും സ്പേസൊക്കെ നല്ല രീതിയിലുണ്ടാകും. ഒന്ന് പോകാം. 6E പോലെ തന്നെ 9Eയുടെയും ഡോർ ഇങ്ങനെ വിശാലമായിട്ട് 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ 6Eയിൽ പറഞ്ഞ പോലെ അല്പം കുനിഞ്ഞ് വേണം പ്രവേശിക്കാൻ. അതായത് റൂഫ് അത്തിരി താന്നാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇത് അടച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാവുന്നത് 6Eയിൽ ഇല്ലാതിരുന്നൊരു കാര്യമാണ് ഈ കാണുന്ന ഈ ഒരു സൺ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. നമുക്ക് മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡ്, അത് 6Eയിൽ ഉണ്ടായിരുന്നില്ല. അത് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്പേസ് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പേസേ ഉള്ളൂ. പക്ഷേ അത് അല്പം കൂടി മുന്നിലേക്ക് ഇട്ടപ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തൈ സപ്പോർട്ട് 6Eയേക്കാൾ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എങ്കിൽ പോലും കാല് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പ്ലാറ്റ്ഫോം അല്പം ഉയർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. താഴെയായിട്ട് ബാറ്ററി പാക്ക് വിരിച്ചിട്ടിരിക്കുകയാണല്ലോ. സീറ്റുകൾ വളരെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് സ്ലാൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒന്ന് സ്ലാൻഡ് ചെയ്ത് സുഖമായിട്ടിരിക്കാം. കാല് വീണ്ടും നീട്ടി വയ്ക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിൻഭാഗത്ത് ടാബ്ലറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല സംഭവമാണ്. പിൻഭാഗത്ത് നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത്. ഇവിടെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെയൊക്കെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഈ സീറ്റ് നമുക്ക് മുൻഭാഗത്തേക്ക് മാറ്റണമെങ്കിൽ ഇലക്ട്രിക്കലി ഒന്നും അല്ലെങ്കിൽ പോലും ഇങ്ങനെ തള്ളിയാൽ മതി. ബോസ് സീറ്റ് എന്ന് പറയുന്ന സംഭവമാണല്ലോ, ആ സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങ് വരെ ഏറ്റവും തലയുടെ പിൻഭാഗം വരെ ഈ ഒരു സൺ റൂഫ് അല്ലെങ്കിൽ മൂൺ റൂഫിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. നല്ലൊരു ആംബസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺ ബ്ലൈൻഡ് അതും അവിടെ കാണാം. അപ്പോൾ എന്തായാലും മേൽഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഏറെ ആയിട്ടുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഫീൽ കിട്ടുന്നത്. പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം ഉയർന്ന വിൻഡോ ലൈൻ ആയതുകൊണ്ട് അത്രയും വിശാലമായൊരു കാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും സുഖമായിട്ട് ചാരിയിരുന്ന് യാത്ര ചെയ്യാം. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല കേട്ടോ. കാര്യമായിട്ടൊന്ന് ചാരാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിൻ്റെ പൊസിഷനുണ്ട്. 4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്ന അത്രയും വിശാലമാണ് കേട്ടോ സീറ്റ്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും 5 പേർക്ക് വളരെ വിശാലമായി യാത്ര ചെയ്യുന്ന ഒരു ഗംഭീര ഇൻറ്റീരിയറുള്ള വാഹനമാണ് 9E എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എന്താ പറയുക സാധാരണ വാഹനങ്ങളുടെ രൂപത്തോടും ഭാവത്തോടും ചേർന്ന് നിൽക്കുന്ന വാഹനമാണെങ്കിൽ 6E എന്ന് പറയുന്ന ഒരു അൾട്രാ മോഡേൺ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ന്യൂജൻ വാഹനത്തിൻ്റെ എല്ലാ രീതികളും ഉള്ളൊരു വാഹനമാണ്. അതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് പറയാവുന്നത്.
എന്തായാലും മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ 2 ഇലക്ട്രിക് വാഹനങ്ങളും തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ ഓടിച്ചത് കൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനം അല്പം കൂടി വലിപ്പമുള്ളതാണ്, പക്ഷേ വീൽ ബേസ് സെയിം ആണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആണ്, ബാറ്ററി പാക്കുകൾ സെയിം ആണ്. എങ്കിൽ പോലും എനിക്ക് ഓടിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ 9e എന്ന ഈ ഒരു മോഡലാണ്. 9eക്ക് എന്തോ ഒരു കുറച്ചുകൂടി ഒരു വലിപ്പമുള്ള ഫീലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു വലിയ SUV ഓടിക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. തന്നെയല്ല സീറ്റ് ഹൈറ്റ് കുറച്ചുകൂടി ഉണ്ട്. ഞാൻ ഇന്നലെ ആ 6e ഓടിച്ചപ്പോൾ പറയുണ്ടായി അല്പം കൂടി സീറ്റ് ഹൈറ്റ് ആകാമായിരുന്നെന്ന്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ സീറ്റ് ഹൈറ്റ് വീണ്ടും കൂട്ടുകയാണെങ്കിൽ കയറുമ്പോൾ തല ഇടിക്കും എന്നുള്ളൊരു പ്രശ്നം, ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടായിരിക്കും അല്പം സീറ്റ് ഹൈറ്റ് കുറച്ച് വെച്ചത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ വളരെ പ്രോപ്പറായിട്ടുള്ളൊരു വലിയ SUV, നമ്മളിപ്പോൾ XUV 700 ഒക്കെ ഓടിക്കുമ്പോൾ അതേ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇത് വളരെ വിശാലമായ ഒരു വാഹനമാണ്. പിന്നെ 6eയുടെ കാര്യത്തിൽ മുകളിലൊക്കെ ബ്ലാക്ക് റൂഫ് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ വൈറ്റ് ആണ്. അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു പ്ലസൻറ്റ് ഫീൽ ഉൾഭാഗത്തേക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും എത്ര വേഗമാണ് കാലമാറ്റം സംഭവിക്കുകയും നമ്മൾ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ആ ഒരു ഡ്രൈവിംഗ് രീതിയിൽ നിന്നൊക്കെ പാടെ മാറി ഇലക്ട്രിക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലേക്കാണെങ്കിൽ വളരെ നിശബ്ദമാണ്. NVH ലെവലുകളാണ് ഈ 2 വാഹനങ്ങളുടെ 6eയുടെയും 9eയുടെയും കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സാധാരണഗതിയിൽ കാറ്റടിച്ച് പോകുന്നൊരു സൗണ്ടെങ്കിലും കേൾക്കും ഇലക്ട്രിക് വാഹനം ഓടിക്കും. ഇത് അതുപോലുമില്ല. കാരണം അത്രയും ഗംഭീരമായ എയറോ ഡൈനാമികതയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും എയർ കർട്ടനൊക്കെ കൊടുത്തിട്ട് കാറ്റങ്ങനെ എന്താ പറയുക ഒരു തടസ്സവുമില്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഒരു ശബ്ദവുമില്ല. ഈവൻ ടയർ അറിയുന്ന ശബ്ദം പോലും കേൾക്കുന്നില്ല. നമ്മളങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അതൊരു മാഗ്നറ്റിക് എഫക്റ്റിൽ ഓടുന്ന പോലെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായ ഒരു ഡ്രൈവിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഞാനിത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ലെവൽ 3യിൽ ഇട്ടിരിക്കുന്നുണ്ടാണ്. കേട്ടോ, കാല് അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് ബ്രേക്ക് ചെയ്ത ഫീൽ തന്നെ വരുന്നു. പക്ഷേ ലെവൽ 1ലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം തന്നെ എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രൈവ് മോഡുകളായാലും എല്ലാം തന്നെ സെയിം ആണ്. മറ്റ് ഈ 2 വാഹനങ്ങളുടെയും കാര്യത്തിൽ ഡ്രൈവ് മോഡ് നമുക്കൊന്ന് മാറ്റിയിടാം. റേസിലേക്കൊക്കെ മാറ്റുമ്പോൾ ഈ ഇനിഷ്യൽ പിക്കപ്പ് വളരെ പെട്ടെന്നാണ് മാറ്റം വരുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കൂടുതൽ വിശാലമായ ഒരു ഇൻറ്റീരിയർ വേണമെങ്കിൽ ഈ വാഹനത്തിലേക്കാണ് പോകേണ്ടത്. രണ്ടിനും വീൽ ബേസ് ഒരുപോലെ ആണെങ്കിൽ പോലും എന്തോ ഇതിനകത്ത് കൂടുതൽ സ്പേസ് നമുക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് പ്ലസൻറ്റ് ഫീലും തോന്നുന്നുണ്ട്. പിന്നെ ഹൈറ്റ് അല്പം കൂടി ഹൈറ്റ് ഉണ്ട് മൊത്തത്തിൽ നമ്മുടെ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ. ആ തരത്തിൽ ഒരു പക്ക SUV ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ 9ലേക്ക് 9e അല്ലേ 9eയിലേക്ക് പോകുന്നതായിരിക്കും. എന്നാൽ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് അനുഭവം അത് കാഴ്ചയുടെ കാര്യത്തിലായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും കിട്ടണമെങ്കിൽ നമുക്ക് പോകേണ്ടത് 6eയിലേക്ക് തന്നെയാണ്. 6eയുടെ ഡാഷ്ബോർഡും അതുപോലുള്ള സെൻട്രൽ കൺസോൾ പോലുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ലോകത്ത് മറ്റൊരു വാഹനത്തിലും കണ്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. ഇനി ബാറ്ററി പാക്കിലേക്കും മറ്റും പോകുകയാണെങ്കിൽ നമ്മൾ 6eയിൽ കണ്ട അതേ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് 59 കിലോവാട്ടിൻ്റെയും മറ്റൊന്ന് 79 കിലോവാട്ടിൻ്റെയും ബാറ്ററി പാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോട്ടറിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വേർഷനിൽ 231 BHPയും രണ്ടാമത്തേതിൽ 286 BHPയുമാണ്. രണ്ടിൻ്റെ ടോർക്ക് നമ്മൾ 6eയിൽ കണ്ട സെയിം ടോർക്കാണ് 380 Nm. വാഹനത്തിൻ്റെ വെയിറ്റ് അല്പം കൂടുതലായതുകൊണ്ടായിരിക്കാം 0 to 100 അല്പം കൂടുതലുണ്ട്. ഈ വാഹനത്തിന് 7.2 സെക്കൻഡ്സ് വേണം. മറ്റേത് 6.7 മതിയായിരുന്നെങ്കിൽ ഒരു 0.5 സെക്കൻഡ്സിൻ്റെ വ്യത്യാസമാണിപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ബൂസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ 6eയിൽ കണ്ട അതേ ബൂസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റിയറിംഗ് വീലിലെ ബൂസ്റ്റ് ബട്ടൺ അമർത്തിയാൽ അത് കയറിപ്പോളും. പിന്നെ റേസ് മോഡ്, അതുപോലെ എവരിഡേ മോഡ്, പിന്നെ ഡ്രൈവിംഗ് മോഡുകളും സെയിം ആണ്. റേഞ്ച്, എവരിഡേ, അതുപോലെ തന്നെ റേസ്. എപ്പോഴും ഡിഫോൾട്ടായിട്ട് നമുക്ക് എവരിഡേയിലാണ് വാഹനം എപ്പോഴും കിടക്കുക, നമ്മൾ മാറ്റിയിടേണ്ടി വരും. 4 വീലിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റീജനറേഷൻ ബ്രേക്കിംഗ് ആണെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ടാണ് അതിൻ്റെ ലെവലുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും വൺ പെഡൽ ഡ്രൈവിംഗ് തീർച്ചയായിട്ടും സാധ്യമാകുന്ന രീതിയിൽ അതിൻ്റെ ബ്രേക്ക് ഔട്ട് വേണ്ട, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയും ആക്സിലേറ്ററിൽ നിന്ന് കാടെടുക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ രീതികളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സസ്പെൻഷനാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഈ ഒരു വെയിറ്റ്, അതായത് ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് താഴെ ഒരു വളരെ കുറഞ്ഞ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊരു സ്റ്റെബിലിറ്റി എന്ന് പറയും, ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലിറ്റിയാണ്. വളവൊക്കെ വീശുമ്പോഴായാലും സ്ട്രൈറ്റ് റോഡ് എബിലിറ്റി ആണെങ്കിലും ഗംഭീരമാണ്. അതിന് പറ്റുന്ന രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത്. കൂടാതെ സെമി ആക്റ്റീവ് ഡാമ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. അത് 15 മില്ലി സെക്കൻഡിൽ പരിശോധിച്ചുകൊണ്ടിരിക്കും. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ടെറൈൻ എന്താണെന്ന് അനുസരിച്ച് ഡാമ്പിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തുന്ന അത്രയും ഗംഭീരമായ കാര്യം അത് നമ്മൾ 6eയിൽ കണ്ടു തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ടയേഴ്സും അതുപോലെ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു അഡാപ്റ്റീവ് ഡാമ്പേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതൊരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ, ഒരു പ്രതിബന്ധവും ഇല്ലാതെ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ സാധിക്കും. അങ്ങേയറ്റം ഗംഭീരമായ ഒരു ഡ്രൈവിംഗ് ക്യാരക്ടറാണ് ഈ വാഹനത്തിനുള്ളത്. സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 7 എയർ ബാഗ്, ABS, ESC, ഹിൽ ഹോൾഡ് കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, കൂടാതെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. 12 അൾട്രാസോണിക് സെൻസേഴ്സും അതുപോലെ തന്നെ 5 റഡാറുകളും 6 ക്യാമറകളും ഇത്രയും ചേർന്നിട്ടാണ് ഇതിൻ്റെ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലെയിൻ കീപ്പ് അസിസ്റ്റ് ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അറ്റൻഷൻ അസിസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ കുറേ നേരം ഈ ഒരു ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ പോലും നിങ്ങളെ വാൺ ചെയ്യും, ചേട്ടാ ഇത്ര നേരം നോക്കരുത് കേട്ടോ, നേരെ നോക്കി ഓടിക്കുക ചേട്ടാ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ ഉണ്ട് നമ്മൾ ഈ ഒരു ക്ഷീണം വന്ന് ഓടിക്കുകയാണെങ്കിൽ ഫാറ്റിക് സെൻസ് ചെയ്യുന്ന കാര്യം, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പല വാഹനങ്ങളും ഈ സെഗ്മെൻറ്റിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള പല വാഹനങ്ങളും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നുകിൽ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ യൂറോപ്യൻ വാഹന നിർമ്മാതാക്കളാണ്. അവരുടെയൊക്കെ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇതിനേക്കാളും 3 ഇരട്ടി വില അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇരട്ടി വിലയെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് അതിൽ പോലും ഇല്ലാത്ത ഫീച്ചേഴ്സുമായിട്ട്, അവയ്ക്ക് പോലും ഇല്ലാത്ത വലിപ്പവുമായിട്ട് മഹീന്ദ്ര വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കിയയുടെ വളരെ പ്രധാനപ്പെട്ട EV ആണ് EV6 എന്ന് പറയുന്നത്. EV6 പകുതി വിലയല്ലേ ഇതിനുള്ളൂ. അതുപോലെ തന്നെ EQA, ബെൻസിൻ്റെ EQAയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അതിനേക്കാൾ 3 വിലയുള്ളൂ. ഇപ്പം BMW ഏറ്റവും പുതിയ iX ലോങ് വീൽ ബേസ് വന്നപ്പോൾ അതും അതിനേക്കാളും പകുതി വിലയുള്ളൂ ഇതിന്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ഗംഭീര പാക്കേജാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സർട്ടിഫൈഡ് മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് 656 കിലോമീറ്ററാണ് 79 കിലോമീറ്ററിൻ്റെ ബാറ്ററി ബാക്കിന്. അത് 533 വരെയുണ്ട് WLTP കൊടുത്തിരിക്കുന്നത്. അതായത് സാധാരണ ഒരു റിയൽ ടൈം ഡ്രൈവിങ്ങിൽ നമുക്ക് 533 വരെ മൈലേജ് കിട്ടാവുന്ന കാര്യമാണ്. എന്നാൽ 59 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ 542 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 450 കിലോമീറ്റർ വരെ റേഞ്ച് അതിനും കിട്ടാവുന്നതാണ്. പിന്നെ മറ്റ് പല കാര്യങ്ങളും സാമ്യമുള്ള പോലെ തന്നെ ചാർജിങ് ടൈമിലും വളരെ സാമ്യമുണ്ട് ഈ രണ്ട് വാഹനങ്ങളും. അതായത് 6Eയും അതുപോലെ തന്നെ ഈ ഒരു E9ഉമായിട്ടുള്ള സാമ്യമുണ്ട്. രണ്ടിനും വേണ്ടി വരുന്ന 175 കിലോവാട്ടിൻ്റെ ചാർജർ ആണെങ്കിൽ നിങ്ങൾക്ക് വെറും 20 മിനിറ്റ് മതി 80% ചാർജ് ആകാൻ. എന്നാൽ സാധാരണ ചാർജറുകൾ വീട്ടിലൊക്കെ ചാർജ് ചെയ്താൽ 11 മണിക്കൂർ കൊണ്ടാണ് ഏറ്റവും ടോപ്പ് മോഡൽ ചാർജ് ആവുക. അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ആ ഒരു 59 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ചാർജ് ആവുകയും ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങേയറ്റം പ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് 550 കിലോമീറ്റർ റേഞ്ച് ഇടുന്നൊരു വാഹനം 80% ചാർജ് ആകാൻ 20 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ ആ ഫാസ്റ്റ് ചാർജർ ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. അതപ്പോൾ അത്ര വ്യാപകമായിരിക്കില്ല. കണ്ടുപിടിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് വീണ്ടും ചാർജായി ഇന്ത്യയുടെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നിങ്ങൾക്ക് 2 ചാർജിങ്ങിൽ പോയി വരാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ഗംഭീര സംഭവമാണല്ലോ. എന്നാൽ അങ്ങനെ കഴുത്തിറക്കുന്ന വിലയൊന്നും മഹീന്ദ്ര വാങ്ങിക്കുന്നുമില്ല. അപ്പോൾ വലിയ സന്തോഷം തോന്നി ഈ 2 വാഹനങ്ങളും ഓടിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, പ്രശ്നം ഗുണമോ? നമ്മളെ സംബന്ധിച്ച് ഗുണം, വണ്ടി വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ ടാറ്റയുടെ വാഹനം വരുന്നു, സിയറ വരുന്നു, ഇതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കണ്ടേ? അല്ലെങ്കിൽ ആൾക്കാർ പറയാം ഇതിനൊക്കെ കൂടുതലുണ്ടല്ലോ മഹീന്ദ്രയുടെ മറ്റേ വണ്ടിയിൽ എന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഗംഭീരമായ മത്സരമാണ് ഫീച്ചേഴ്സിൻ്റെയും റേഞ്ചിൻ്റെയും അതുപോലെ ചാർജിങ് ടൈമിൻ്റെ കാര്യത്തിൽ വരാൻ പോകുന്നത്. അത് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യവുമാണ്. കാരണം ഇത്രയധികം ഫീച്ചേഴ്സുള്ളൊരു വാഹനം മഹീന്ദ്ര 30 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഫീച്ചേഴ്സുള്ള വാഹനം വരുമ്പോഴും വിലയൊന്നും അധികം കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് അടുത്ത 1-2 കൊല്ലത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹന നിർമ്മാതാക്കൾ തമ്മിലുള്ള മത്സരത്തിനൊക്കെ അടക്കം ചെറുതായിട്ടൊന്ന് സ്കോർ ചെയ്ത് കൊടുക്കണം. ഇവർ മത്സരം വർദ്ധിക്കുകയും നമുക്ക് ഗുണം കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കൊടുക്കാൻ ഏറ്റവും പറ്റിയ ജനത എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളത്തിലെ മലയാളികളാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പാരകളൊക്കെ ഉടൻ തന്നെ വെച്ചു തുടങ്ങാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ 6Eയുടെ കാര്യത്തിൽ ചാർജിങ് പോർട്ട് എന്ന് പറയേണ്ടത് ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇതിലിപ്പോൾ പിൻഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പിൻഭാഗം അല്ല മുൻഭാഗം, അതാണ് ചാർജ് ചെയ്യാൻ ഏറ്റവും സൗകര്യം. വാഹനം കൊണ്ട് ഈ പോർട്സിലൊക്കെ നിർത്തിയിട്ട് ഏതായാലും ഇത് നല്ല സൗകര്യപ്രദമായ സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജ് കയറുന്നതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാം. അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. നമ്മളതിനെ കുറേ തപ്പിയാണെന്നിട്ട് കണ്ടുപിടിച്ചോട്ടെ അത് എവിടെയാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സുന എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി വിലയാണല്ലോ അറിയേണ്ടത്. വില എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയിൽ തുടങ്ങി 30.5 ലക്ഷം രൂപയിലാണ് അവസാനിക്കുന്നത്. ഇത്രയും വലിപ്പവും ഇത്രയധികം റേഞ്ചും, അതായത് 652 കിലോമീറ്ററുള്ള റേഞ്ചും പറയുന്നൊരു വാഹനത്തെ സംബന്ധിച്ച് വില ഒട്ടും കൂടുതലുള്ള വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു വില തിരിച്ചു കിട്ടും. പിന്നെ ലൈഫ് ടൈം ആണ് ബാറ്ററി വാറണ്ടി പറയുന്നത്, അതൊരു പ്രത്യേകത തന്നെയായിട്ട് പറയുന്ന കാര്യമാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും, അതായത് ഇത്രയധികം ഫീച്ചേഴ്സ് വേണോ എന്ന് നമുക്ക് സത്യത്തിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ സംശയം തോന്നുന്നു. ഇത്രയൊക്കെ ആര് ഉപയോഗിക്കാനാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടെക് മഹീന്ദ്ര എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു IT കമ്പനി സ്വന്തമായിട്ട് മഹീന്ദ്രക്കുള്ളതുകൊണ്ട് എന്ത് അഹങ്കാരവും കാണിക്കാമെന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിനിൻഫാരിന എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഏറ്റവും വലിയ, അതായത് ഫെരാരി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ സ്റ്റുഡിയോയെ മഹീന്ദ്ര വാങ്ങിച്ചുകൊണ്ട് ഡിസൈനിൻ്റെ കാര്യത്തിലും അത്തരം അഹങ്കാരങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്.
എന്തായാലും ഇതൊക്കെ ഇന്ത്യയിൽ നിർമ്മിച്ചൊരു വാഹനമാണെന്ന് പറയുന്നതിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അമ്മാതിരി പ്രൊഡക്റ്റൊക്കെയാണ് ഇപ്പോൾ മഹീന്ദ്രയായാലും ടാറ്റയായാലും കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊരു വാഹന നിർമ്മാതാവിനെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, നമ്മൾ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഏറ്റവും പുതിയ ഡ്രൈവിംഗ് ഹോളിഡേയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തായ്ലൻഡിലും എല്ലാം സ്വന്തമായി വാഹനം ഓടിക്കാനുള്ള അവസരമാണ് ഫെയർ ഫ്യൂച്ചർ ഒരുക്കി തരുന്നത്. നിങ്ങൾക്ക് യാതൊരു തലവേദനയുമില്ലാതെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് സ്വന്തം വാഹനം തരുന്നു, കോൺവോയ് ആയിട്ട് ഓടിച്ചു പോകുന്നു, കൃത്യമായി താമസിക്കേണ്ട സ്ഥലങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട് ഒരു തലവേദനയുമില്ല. പക്ഷേ സ്വന്തമായി വാഹനം ഓടിച്ചൊരു രാജ്യം കാണുന്നതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിക്കുക, കൂടുതൽ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.